Hi everyone, good day. ഇന്ന് ഞാൻ ബെസ്റ്റ് BSc ചാനലിൽ ഒരു പുതിയ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് കുറച്ച് സ്റ്റുഡൻസ് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, +1 +2കാർക്ക്. അതായത് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസും അതുപോലെ കമ്പ്യൂട്ടർ കൊമേഴ്സിൻ്റെ സ്റ്റുഡൻസും അവരുടെ കമ്പ്യൂട്ടർ സബ്ജക്റ്റ് ഇതുപോലെ യൂട്യൂബിൽ ക്ലാസ്സസ് ആയിട്ട് ചാപ്റ്റർ വൈസ് ഇടാൻ പറ്റുമെന്ന്. അപ്പം ഞാനിപ്പം കമ്പ്യൂട്ടർ കൊമേഴ്സ് +1കാരുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള സബ്ജക്റ്റ് അത് ടെക്സ്റ്റ് ബുക്ക് ബേസിൽ അവരുടെ തന്നെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചാപ്റ്റർ 1 പറഞ്ഞിട്ട് ചാപ്റ്റർ വൈസിലാണ് ക്ലാസ്സസ് ഇടുന്നത്. അപ്പോൾ അവരുടെ തന്നെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് അതിൽ തന്നെ അവർക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട രീതിയിൽ അതിലെ എക്സാമ്പിൾസും ഡെഫിനിഷൻസും എല്ലാം യൂസ് ചെയ്തിട്ട് പിക്ചേഴ്സും എല്ലാം യൂസ് ചെയ്തിട്ട് സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സസ് ഇടാണ്. ഞാൻ മറ്റൊരു ചാനൽ ചെയ്യാണ്ട് ഈ ചാനലിൽ തന്നെ ഒരു പുതിയ പ്ലേലിസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്സ് കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ. അപ്പം നമുക്ക് BScയിലെ ഏത് എക്സാം പോവുകയാണെങ്കിലും ഈ +1 +2ൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ആണ് ബേസിക്കായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു റിവ്യൂ പോലെ ഇടയ്ക്ക് ഇതൊരു റിവിഷനായിട്ട് ഈ ക്ലാസ്സസ് റെഫർ ചെയ്യുകയും ചെയ്യുക എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്നുള്ളതുകൊണ്ടാണ് ഈ ചാനലിൽ തന്നെ ഇത് ചെയ്തത്. അപ്പം നിങ്ങൾക്കിതൊരു ഡിസ്റ്റർബൻസ് ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്താൽ മതി. അതല്ല എല്ലാ എക്സാംസും BSc ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ആ പോർഷൻസുകൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്ത ആ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഓടിച്ച് വിടുകയും ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസോ അതുപോലെ ആരെ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ +1ലെ സ്റ്റുഡൻസിനൊക്കെ ഒരു വലിയ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. എനിവേ ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ 1 ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. ഏറ്റവും ബേസിക്സ് ഇന്ന് സ്കൂൾ ലെവലിൽ തന്നെ പറയുന്ന ഒരു ചാപ്റ്ററാണ് കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽസ്. അപ്പം ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ബേസിക്കായിട്ട് പറയുന്നത് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഡാറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണെന്നാണ്. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി എക്സെട്ര. അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന റോ ഫാക്ട്സിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ആ റോ ഫാക്ട്സ് എന്ന് പറയുന്നത് ചിലപ്പം സിമ്പിൾസ് ആവാം, നമ്പേഴ്സ് ആവാം, വേർഡ്സ് ആവാം, എമൗണ്ട് ആവാം, എന്ത് ക്വാണ്ടിറ്റി, അതായത് നമ്മൾ കളക്ട് ചെയ്യണത് നെയിംസോ അങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സുകൾ അത് നമ്മൾ ഹാർഡ് കോപ്പി ആയിട്ട് കളക്ട് ചെയ്യാം. എന്നിട്ട് അത് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ അത് ബൾക്കായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഒരു റോ ഫാക്ട്സ് എന്ന് പറയുന്നത്. ഒരു ഔട്ട്പുട്ട്, ഒരു പ്രിസ്ക്രൈബ്ഡ് പ്രൊഡക്റ്റ്, ഡിസൈഡഡ് ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത റോ ഫാക്ട്സ്, റോ മെറ്റീരിയൽ, അങ്ങനെ ആണ് ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ പറയുന്നത്. അപ്പം അത് ആൽഫബറ്റ്സ് ആവാം, A, B, അതുപോലെ 1, 2 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ആവാം, ഡിജിറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് ആവാം, അതല്ലെങ്കിൽ മറ്റു വല്ല ഡാറ്റകളായിരിക്കാം. ഇനി ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ അറേഞ്ച്ഡ് ഇൻ എ മീനിങ്ഫുൾ വേ ആൻഡ് ഗെറ്റ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഈസ് കോൾഡ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ചെയ്ത റോ ഡാറ്റേൻ്റെ ഔട്ട്പുട്ടാണ്, അത് പ്രോസസ്ഡ് ഡാറ്റയാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഡാറ്റ തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്ത്, അതായത് ഓപ്പറേഷൻസ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് അതിനെ ഒരു മീനിങ്ഫുൾ വേയിൽ അറേഞ്ച് ചെയ്ത് ഒരു മീനിങ്ഫുൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഡാറ്റ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ ഡാറ്റ ഇൻപുട്ട് ചെയ്ത് ആ കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത്. മീനിങ്ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ ഈസ് കോൾഡ് ഇൻഫോർമേഷൻ. അപ്പം ഇൻഫോർമേഷൻ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഞാനൊരു ബോക്സിൽ ദീപ, രാം നെയിംസ് എഴുതിയിരിക്കുന്നു. സ്റ്റാൻഡേർഡ് 10, 9, ഡിവിഷൻ CB. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് കുറേ നെയിംസ് തന്നു, ദീപ, രാം, രാജു, അതുപോലെ കുറേ നമ്പേഴ്സ് തന്നു, 10, 9, 5, 6 എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ABCD പറഞ്ഞ കുറേ ആൽഫബറ്റ്സും തന്നു. അപ്പോൾ ഇതുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തും, ഈ തന്നിരിക്കുന്ന എല്ലാം റോ ഡാറ്റയാണ്. അതിന് നമ്മൾ ഒരു ടേബിൾസ് ആക്കി നെയിം, സ്റ്റാൻഡേർഡ്, ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്ത് നെയിംസിൻ്റെ കോളത്തിൽ അത് നെയിം എഴുതി, അവർ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കണമെന്നുള്ളത് അത് അവരുടെ കറക്റ്റ് ഇതിൽ എഴുതി, അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് അവരുടെ ഡിവിഷൻ എഴുതി. അപ്പോൾ ഇതെന്താ ചെയ്തേക്കുന്നത്, ഒരു മീനിങ്ഫുൾ അറേഞ്ച്മെൻറ്റിലാക്കി അറേഞ്ച് ചെയ്തു. ഇത് ഇപ്പോൾ ഒരു പ്രോസസ്സിങ് ചെയ്തു വെച്ച ഡാറ്റയാണ്. അപ്പോൾ എന്തായി, ഇതൊരു ഇൻഫോർമേഷനായി മാറി. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ദീപ എത്ര സ്റ്റാൻഡേർഡിലാണ്, 10th, ഏത് ഡിവിഷനിലാണ് ദീപ C. ഇങ്ങനെ ഡാറ്റ ആവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു
ഡിസിഷൻ ആ റിസൾട്ടിൽ നിന്ന് മേക്ക് ചെയ്യാൻ പറ്റില്ല ഡേറ്റയിൽ നിന്ന്. പക്ഷേ ഡേറ്റ പ്രോസസ്സ് ചെയ്ത് ഒരു മീനിങ് വേയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഇൻഫോർമേഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും. അതാണ് ഡാറ്റ ഇൻഫോർമേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻസ്. ഇത് പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തിയറി എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പോയിന്റ്സുകളെല്ലാം നോട്ട് ചെയ്ത് എഴുതാം. ബേസിക്കലി എല്ലാം പറയണ ഒന്ന് തന്നെ. റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് ഡാറ്റ. പ്രോസസ്ഡ് ഡാറ്റ എന്നാണ് പറയുന്നതാണ് ഇൻഫോർമേഷൻ. സിമിലർ ടു റോ മെറ്റീരിയൽസ്. അതായത് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ്, റെഡിമെയ്ഡ് ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് കുറച്ച് ക്ലോത്ത്സ്, അതൊക്കെയുള്ള കുറച്ച് മുത്ത്, കല്ല്, സീക്വൻസ്, അങ്ങനെ കുറേ സംഭവങ്ങളാണ് പോയി. അതെന്താണ്? ആ ക്ലോത്ത് മേക്ക് ചെയ്യാനുള്ള റോ മെറ്റീരിയലാണ്. അത് ഒരു ഡ്രസ്സാക്കി മാറ്റുന്ന, ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. അതാണ് ഔട്ട്പുട്ട്. അപ്പം ഒരു റോ ഡാറ്റേനെ ഒരു മെറ്റീരിയൽ, ഒരു പ്രൊഡക്റ്റായിട്ട് സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കണം. സിമിലർ ടു റോ മെറ്റീരിയലാണ് ഡാറ്റ. സിമിലർ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ് ഇൻഫർമേഷൻ. കനോട്ട് ബി ഡയറക്റ്റ്ലി യൂസ്ഡ്. അതായത് ഒരു ക്ലോത്തിൻ്റെ പൊട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് സ്റ്റിച്ച് ചെയ്ത് ഒരു ഡ്രസ്സാക്കി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഡാറ്റ കനോട്ട് ബി ഡയറക്റ്റ്ലി യൂസ്ഡ് ആൻഡ് ആഡ് ടു നോളേജ് ആൻഡ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്. അത് ഒരു മീനിങ് വേയിൽ അറേഞ്ച് ചെയ്ത് നേരത്തെ ടേബിൾ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഡിസിഷൻസ് ഒക്കെ എടുക്കാം, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും, നമുക്കതിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടും. ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ് നോട്ട് ഗീവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. അതിൽ നിന്ന് നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടില്ല, അതൊരു പ്രിസൈസ് മാനറിലാവില്ല. ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ അതിന് ക്ലിയർ ആൻഡ് മീനിങ് ഉണ്ടാവും. അതായത് അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് ഡാറ്റ ഇൻഫർമേഷൻസ് പോയിന്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. അടുത്തത് ഡാറ്റ പ്രോസസ്സിങ് എന്താണെന്ന് നോക്കാം. ഡാറ്റ പ്രോസസ്സിങ് തന്നെ പറഞ്ഞു നമ്മൾ. ഡാറ്റേനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു. അപ്പം ഡാറ്റ പ്രോസസ്സിങ് മീൻസ് ദ ഓപ്പറേഷൻ ഓർ ആക്ടിവിറ്റി പെർഫോംഡ് ഓൺ ഡാറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോ ഡാറ്റയിൽ നമ്മൾ വരുത്തുന്ന ആക്ടിവിറ്റീസിനെ അഥവാ ഓപ്പറേഷൻസിനെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. നേരത്തെ പറഞ്ഞു, ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഔട്ട്പുട്ടാണ്, റിസൾട്ടാണ് ഇൻഫർമേഷൻ. ഡാറ്റ ഈസ് ദ ഇൻപുട്ട് ടു ദ പ്രോസസ് ആൻഡ് ഇൻഫർമേഷൻ ഈസ് ദ ഔട്ട്പുട്ട് ഫ്രം ദ പ്രോസസ്. കളക്റ്റഡ് ഡാറ്റ 1, 2 അതെന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കും. പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് ഇൻഫർമേഷൻ കിട്ടും. ഈ ഫിഗർ മനസ്സിലോർത്തിരുന്നാൽ മതി. ഇത്രയേ ഉള്ളൂ ഡാറ്റ പ്രോസസ്സിംഗ് തന്നെ. റോ ഡാറ്റാസിനെ ഇൻപുട്ട് ചെയ്യുന്നു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രോസസ്ഡ് ഡാറ്റ ഔട്ട്പുട്ടായിട്ട് കിട്ടും. അതിനെ ഇൻഫർമേഷൻ എന്ന് പറയുന്നു. ദിസ് കോൾഡ് ഡാറ്റ പ്രോസസ്സിംഗ്. നെക്സ്റ്റ്, ഡാറ്റ പ്രോസസ്സിംഗ് പ്രൊസീഡ് ത്രൂ 6 സ്റ്റേജസ്. ആ ഒരു 6 സ്റ്റേജസ് ആയിട്ട് ഡാറ്റ പ്രോസസ്സിംഗ് നടക്കുന്നതെന്ന് പറയാം. അപ്പോൾ ആ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ക്യാപ്ചറിങ് ഡാറ്റ, സെക്കൻഡ് ഇൻപുട്ട് ഓഫ് ഡാറ്റ, തേർഡ് സ്റ്റോറേജ് ഓഫ് ഡാറ്റ, 4 പ്രോസസ്സിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഡാറ്റ, 5 ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് 6 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് ഡാറ്റ ക്യാപ്ചർ ചെയ്യുക. അതായത് നമ്മൾ വേണ്ട ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യുക. കളക്ട് ചെയ്ത ഡേറ്റാസ് നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ട് ചെയ്യുക. ആ ഡിവൈസിക്ക് ആ ഡാറ്റ ഇൻപുട്ട് ചെയ്യുക. ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അതെന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. കാരണം ഒരു ഡാറ്റ കൊണ്ടൊന്നും ആവില്ല. നമ്മൾ ഒരുപാട് ഡേറ്റാസ് ഒരുമിച്ച് കളക്ട് ചെയ്യുക. ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ മാസങ്ങളോളം കളക്ട് ചെയ്തിട്ട് ആ ഡാറ്റ എന്നാണ് നമുക്ക് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം കളക്ട് ചെയ്യുന്ന ഡേറ്റാസ് എന്ത് ചെയ്യണം? ഫ്യൂച്ചർ പ്രോസസ്സിങ്ങിനായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു സ്റ്റോറേജ് യൂണിറ്റ് വേണ്ടി വരും. പിന്നെ ആ പ്രോസസ്സിങ്ങും മാനിപ്പുലേഷനും കഴിയണം. അതാണ് 4th സ്റ്റെപ്പ്. അതിനുശേഷമാണ് 5th നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ആ ഔട്ട്പുട്ടായിരിക്കും ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ നമ്മൾ ആർക്ക് കൊടുക്കണം? ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കണം. ആർക്കാണോ ആ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആവുന്നത് അവർക്ക് ആ ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സുകളുള്ള 6 സ്റ്റേജസ്. ഫിഗർ നോക്കിയാൽ അറിയാം. ഡാറ്റ ക്യാപ്ചർ ചെയ്യുന്നത്, ഇൻപുട്ട് ചെയ്ത ശേഷം ആ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റോറേജിൽ നിന്ന് ആ ഡാറ്റ മുഴുവൻ എടുക്കും. പ്രോസസ്സിങ് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ ഡാറ്റേൻ്റെ ഔട്ട്പുട്ടും സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ആ സ്റ്റോർ ചെയ്ത ഔട്ട്പുട്ടാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്ചറിങ് ഡാറ്റ ഒരു അഡ്മിഷൻ പ്രോസസ്സ് വെച്ചുകൊണ്ട് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഇപ്പം നമ്മൾ +1 അഡ്മിഷൻ എടുക്കാൻ പോവാം. ആ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്ത് വേണം? നമ്മുടെ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഓപ്ഷൻ കൊടുക്കണം. നമുക്ക് എവിടെയൊക്കെ സ്കൂളിലാണ് കിട്ടേണ്ടത് എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് കൊടുക്കും? മാർക്ക് ലിസ്റ്റ് കൊടുക്കും, ആധാർ കാർഡ് കൊടുക്കും, വേറെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആവേണ്ടത് വെച്ചാൽ അതെല്ലാം നമ്മൾ കൊടുക്കും, നമ്മളെ ഫോട്ടോസോ അങ്ങനെ. അപ്പോൾ ആ കൊടുക്കുന്നതുകളെല്ലാം എന്താണ്? റോ ഡാറ്റകളാണ്. അതെല്ലാം ക്യാപ്ചറിങ് ഡാറ്റയാണ്. കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ഷൻ സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ആണ് ക്യാപ്ചറിങ് ഡാറ്റ. ക്യാപ്ചറിങ് ഡാറ്റ എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ഡാറ്റ. ഇറ്റ് വിൽ ബി ഹാർഡ് കോപ്പി ഓർ സോഫ്റ്റ് കോപ്പി ഓഫ് സോഴ്സ് ഡോക്യുമെന്റ്സ്. ഇത് ചിലപ്പോൾ ഹാർഡ് കോപ്പി ആയിരിക്കും, ചിലപ്പം സോഫ്റ്റ് കോപ്പി ആയിട്ടായിരിക്കും.
മാർക്ക് ലിസ്റ്റ് ഇതൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ആധാർ കാർഡ്, നമ്മുടെ ഫോട്ടോസൊക്കെ ചിലത് സോഫ്റ്റ് കോപ്പി ആക്കിയിട്ട് കൊടുക്കും. അപ്പോൾ ഹാർഡ് ആയാലും സോഫ്റ്റ് ആയാലും എല്ലാം എന്ത് ചെയ്യും, സ്കാൻ ചെയ്തിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കും സിസ്റ്റത്തിൽ. അപ്പോൾ ഇൻപുട്ട് സ്റ്റേജിൽ എന്താ പറയുക, ഫീഡിങ് ഡാറ്റ ടു ദ കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് ഈസ് നോൺ ആസ് ഇൻപുട്ട്. അപ്പോൾ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടർക്ക് ഡാറ്റാസിനെ ഫീഡ് ചെയ്യുന്നതിനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ക്യാപ്ചറിങ് സ്റ്റേജിൽ നമ്മൾ കളക്ട് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഹാർഡ് കോപ്പി ആണെങ്കിലും സോഫ്റ്റ് കോപ്പി ആണെങ്കിലും അതെല്ലാം കമ്പ്യൂട്ടർക്ക് ഇൻപുട്ട് ചെയ്യും. ഹാർഡ് കോപ്പി ആകുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് സോഫ്റ്റ് കോപ്പി ആക്കിയിട്ട് ഇൻപുട്ട് ചെയ്യും. എന്നിട്ട് അതെല്ലാം സ്റ്റോർ ചെയ്യും. ഡാറ്റ ഇൻപുട്ട് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് ഷുഡ് ബി സ്റ്റോർഡ്. ഒരു ഇത്ര ഡേറ്റ് വരെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത് എന്ന് പറയും. ആ ഡേറ്റ് വരെ നമ്മൾ ഓപ്ഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളെല്ലാവരും ലാസ്റ്റ് കാൻഡിഡേറ്റിൻ്റെ ആപ്ലിക്കേഷൻ എത്തുന്ന വരെയും നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുവരെ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് എല്ലാം പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ദ പ്രോസസ്സിംഗ് വിൽ സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ ദ എൻറ്റയർ ഡാറ്റ ഈസ് സ്റ്റോർഡ്. ലാസ്റ്റ് കാൻഡിഡേറ്റിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ ശേഷം ഓപ്ഷൻ കൊടുക്കൽ ക്ലോസ് ചെയ്ത് ആ ഡേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ അലോട്ട്മെൻറ്റ് വിടാൻ നോക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ആ ഡാറ്റാസ് എല്ലാം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ആസ് എ റിസൾട്ട് ഓഫ് പ്രോസസ്സിംഗ് ഈസ് ആൾസോ സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മൾ സ്റ്റോറേജ് ചെയ്ത ഡാറ്റാസ് എല്ലാം എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയാൽ ആ ഇൻഫർമേഷന് നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്താ പറയുന്നത്, പ്രോസസ്സ് എന്താ പറയുന്നത്, ദ സ്റ്റോർഡ് ഡാറ്റ ഇൻ ദ കമ്പ്യൂട്ടർ ഈസ് റിട്രീവ്ഡ് ഫോർ പ്രോസസ്സിംഗ്. അപ്പോൾ സ്റ്റോർഡ് യൂണിറ്റിൽ നിന്ന് നമ്മൾ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കും, റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിന്, പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ മാർക്കുള്ളവർക്ക് മാർക്കിൻ്റെ ബേസിൽ കൊടുക്കും. പിന്നെ ഓരോ ടൈമിലും ഓരോ ഇതിനായിരിക്കും സ്കോപ്പ്. ചില സമയത്ത് കമ്പ്യൂട്ടർ സയൻസിനായിരിക്കും എല്ലാവർക്കും വേണ്ടത്, ചില സമയത്ത് കൊമേഴ്സ് ആയിരിക്കും, ചിലർ സമയത്ത് ബയോളജി, ബയോമാത്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു ട്രേഡിനായിരിക്കും ഓരോ ടൈമിലും സ്കോപ്പ് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടിയവരൊക്കെ അതിനാണ് അപ്ലൈ ചെയ്തിരിക്കണായിരിക്കും. ആ പ്രിഫറൻസ് വെച്ചിട്ട് അത് ഓർഡർ ചെയ്യും പ്രോസസ്സിങ് ടൈമിൽ. ആർക്ക് ഏത് സ്കൂളിൽ കിട്ടണം, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം ചെയ്യും. വാരിയസ് ഓപ്പറേഷൻസ് ആർ ടേക്ക് പ്ലേസ് ലൈക്ക് കാൽക്കുലേഷൻ, കമ്പാരിസൺ, സോർട്ടിങ്, ഫിൽറ്ററിങ്, സമ്മറൈസിങ്, ഇതെല്ലാം ചെയ്യണം. അവരുടെ മാർക്കുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കാണണം, ആ മാർക്കുകൾ കമ്പയർ ചെയ്യണം. പിന്നെ അതിൽ നിന്ന് സോർട്ടിങ് അതെല്ലാം ഓർഡർ ചെയ്ത് ഫസ്റ്റ് ഓരോ പ്രിഫറൻസ് കാറ്റഗറി നോക്കണം. BSc SC അവർക്ക് മുൻഗണന കൊടുത്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി ഫിൽറ്റർ ചെയ്ത് സമ്മറൈസ് ചെയ്തിട്ടാണ് ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്, പ്രോസസ്സിങ് സ്റ്റേജിലാണ്. കമ്പാരിസണും കാൽക്കുലേഷനും സോർട്ടിങ്ങും ഫിൽറ്ററിങ്ങും എല്ലാം നടക്കുന്നത്. അങ്ങനെ എല്ലാം ചെയ്ത് സമ്മറൈസ് ചെയ്ത് ഔട്ട്പുട്ട് വരും. അതാണ് ഫിഫ്ത്ത് സ്റ്റേജിൽ. ആ ഫിഫ്ത്ത് സ്റ്റേജിലാണ് ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ആഫ്റ്റർ പ്രോസസ്സിംഗ് വിൽ ബി അവൈലബിൾ ഇൻ ദിസ് സ്റ്റേജ്. ഔട്ട്പുട്ട് സ്റ്റേജിൽ നമുക്ക് എന്ത് കിട്ടും, റിസൾട്ട് കിട്ടും. ഔട്ട്പുട്ട് സ്റ്റേജ് ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് ദ ബെനിഫിഷ്യറി ക്യാൻ ടേക്ക് ഡിസിഷൻ ഓർ സോൾവ് പ്രോബ്ലം. ഔട്ട്പുട്ട് സ്റ്റേജിൽ ബെനിഫിഷ്യറീസിന് ഇൻഫർമേഷൻ കൊടുക്കും. അപ്പോൾ സിക്സ്ത് സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഔട്ട്പുട്ട് സ്റ്റേജിൽ നമുക്ക് കിട്ടി, നമ്മുടെ അലോട്ട്മെൻറ്റ് വരേണ്ട ദിവസമാണ്, അന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഏത് സ്കൂളിലാണ്, ഫ്രണ്ടിന് ഏത് സ്കൂളിലാണ് കിട്ടിയ അഡ്മിഷന്, രണ്ടുപേർക്ക് ഒരുമിച്ച് കിട്ടിയോ, രണ്ടുപേർക്ക് ഒരേ കൊമേഴ്സിന് തന്നെ കിട്ടിയോ, ഇതൊക്കെ നമ്മൾ എന്നിട്ട് കമ്പയർ ചെയ്തൊക്കെ നോക്കും. ഇത് ഔട്ട്പുട്ട് സ്റ്റേജിലാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയ ഡിസിഷൻ നമ്മൾ അറിയുന്നത്. അങ്ങനെ അലോട്ട്മെൻറ്റ് വരും. അലോട്ട്മെൻറ്റ് വന്ന ശേഷം എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഓരോരുത്തർ ചെന്നിട്ട് അവർക്ക് ഏത് സ്കൂളിലാണ് കിട്ടിയത് എന്നുള്ള ആ ഡോക്യുമെൻ്റ് പ്രിൻ്റ് എടുത്ത് വാങ്ങിക്കണം. അപ്പോൾ ഓരോരുത്തരും ഓരോ ബെനിഫിഷ്യറീസാണ്. ബെനിഫിഷ്യറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ആരൊക്കെയാണോ ഡാറ്റ കൊടുത്തത്, ഇൻപുട്ട് ചെയ്യുക, അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തത്, അവർക്കെല്ലാം എന്ത് കിട്ടണം, ഔട്ട്പുട്ട് കിട്ടണം. അവർക്ക് ഏത് സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടണം, എന്നാലേ അവർക്ക് പോയി ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ ഇൻഫോർമേഷൻ നമ്മൾ ആ ബെനിഫിഷ്യറീസിന്, ആ സ്റ്റുഡൻസിനെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇതാണ് സിക്സ്ത് സ്റ്റേജ്. ഇത് ഞാനൊരു അഡ്മിഷൻ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു എന്നേയുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇതിൽ നടക്കുന്നത്, ഡാറ്റ പ്രോസസ്സിംഗ് എന്ന സ്റ്റേജിൽ നടക്കുന്നത്. 6 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത് എന്നാണ്. ഇനി ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. അടുത്ത ടോപ്പിക്ക് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സാണ്. ചെറിയ ക്ലാസ്സിൽ LKG UKG എന്ന് പഠിക്കാൻ തുടങ്ങുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഓടിച്ചിട്ട് പറയാം. 1 ഇൻപുട്ട് യൂണിറ്റ്, 2 CPU, 3 സ്റ്റോറേജ് യൂണിറ്റ്, 4 ഔട്ട്പുട്ട് യൂണിറ്റ്. ഇതാണുള്ളത്. ആദ്യം
ഡാറ്റാസ് നമ്മൾ ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഇൻപുട്ട് യൂണിറ്റ് ആയിട്ട് വേണം. അങ്ങനെ ഇൻപുട്ട് യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ, മൗസ്, നമ്മൾ സ്കാൻ ചെയ്ത് ഒരു ഡാറ്റ കമ്പ്യൂട്ടർ കയറ്റി വന്നു. അപ്പോൾ സ്കാനർ, അതുകളെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. അതിനെയാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. CPU എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയും. CPU-ന് കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ആണെന്നും പറയും. മനുഷ്യൻ്റെ ബ്രെയിനിന് സിമിലർ ആയിട്ട് കമ്പ്യൂട്ടറിലുള്ളത് CPU ആണ്. ഇനി CPU-ന് മെയിനായിട്ട് 2 പാർട്സാണ് ഉള്ളത്, ALU-യും കൺട്രോൾ യൂണിറ്റും. ALU-ൻ്റെ ഫുൾ ഫോമാണ് അരിതമെറ്റിക് ലോജിക് യൂണിറ്റ്. ALU-ൻ്റെ ഫുൾ ഫോം പറയുന്നത് അരിതമെറ്റിക് ലോജിക് യൂണിറ്റ്. അരിതമെറ്റിക് ലോജിക് യൂണിറ്റ് ALU-യും കൺട്രോൾ യൂണിറ്റുമാണ് CPU-ൻ്റെ 2 മെയിൻ പാർട്സ്. പിന്നുള്ളത് സ്റ്റോറേജ് യൂണിറ്റ് ആണ്. അതായത് ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റകളെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യണം കമ്പ്യൂട്ടറിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് വേണം. പിന്നെ എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് കിട്ടണം? കമ്പ്യൂട്ടറിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് വേണം. ഈ ഔട്ട്പുട്ട് യൂണിറ്റായിട്ട് നിൽക്കുന്ന ഡിവൈസസുകളാണ് മോണിറ്റർ, പ്രിൻ്റർ, ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസസുകളാണ്. ഇനി നമുക്ക് ഡയഗ്രം ഒന്ന് നോക്കാം. ഫസ്റ്റ് ഡാറ്റ, അതല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്, അതെന്ത് ചെയ്യുന്നു? ഇൻപുട്ട് യൂണിറ്റിൽ കൊടുക്കുന്നു. അതിന് കീബോർഡോ ഏത് ഡിവൈസോ സ്കാനറോ ഉപയോഗിച്ച് ആ ഡാറ്റ എല്ലാം കൊടുക്കുന്നു, കമ്പ്യൂട്ടറിലേക്ക് കയറ്റുന്നു. കമ്പ്യൂട്ടറിൽ CPU ഉണ്ട്. CPU-യുടെ പാർട്ടാണ് കൺട്രോൾ യൂണിറ്റും അരിതമെറ്റിക് ലോജിക് യൂണിറ്റും. പിന്നെ അതിലൊരു രജിസ്റ്റേഴ്സ് എന്ന് കാണിക്കുന്നത്. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് പെട്ടെന്ന് അതെന്ത് ചെയ്യും? രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യും. അതിനുശേഷമാണ് പിന്നെ സ്റ്റോറേജ് യൂണിറ്റിൽ മെമ്മറിക്ക് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ പ്രോസസ്സിങ് നടക്കും CPU-യിൽ വെച്ചിട്ട്. ആ പ്രോസസ്സിങ് യൂണിറ്റിൽ വെച്ച് പ്രോസസ്സിങ് കഴിഞ്ഞ ശേഷം ഔട്ട്പുട്ട് വീണ്ടും സ്റ്റോറേജ് യൂണിറ്റിലേക്ക് സേവ് ചെയ്ത് കൊടുക്കും. പിന്നെ ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് അത് പുറത്ത് ഇൻഫോർമേഷൻ ആർക്കാണ് വേണ്ടത് വെച്ചാൽ നമ്മൾ പ്രോസസ്സിങ്ങിന് പറഞ്ഞ അതേപോലെ തന്നെ അതിൻ്റെ ബെനിഫിഷ്യറീസിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും ഔട്ട്പുട്ട് യൂണിറ്റിന്. അപ്പോൾ ഇതൊരു ബേസിക് സ്ട്രക്ചറാണ് കമ്പ്യൂട്ടറിൻ്റെ. ഈ കമ്പ്യൂട്ടറിൻ്റെ ഈ സിമ്പിൾ ആർക്കിടെക്ചർ, ഈ ബേസിക് സ്ട്രക്ചറിന് ഈ മോഡൽ പ്രൊപ്പോസ് ചെയ്ത ആളെ പേരാണ് ജോൺ വോൺ ന്യൂമാൻ. ജോൺ വോൺ ന്യൂമാൻ എന്ന് പറഞ്ഞ ആളാണ് കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ സിമ്പിൾ സ്ട്രക്ചർ, ഈ ആർക്കിടെക്ചർ കൊണ്ടുവന്നത്. ഇനി ഇൻപുട്ട് യൂണിറ്റ് പറഞ്ഞു. ദ കളക്റ്റഡ് ഡാറ്റ ആൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഫോർ ദിയർ പ്രോസസ്സിംഗ് ആർ എൻറ്റേർഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ ത്രൂ ദ ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് വഴിയാണ് കളക്റ്റഡ് ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസും എല്ലാം എന്ത് ചെയ്യുന്നത്? പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർക്ക് എൻ്റർ ചെയ്യുന്നത്. എക്സാമ്പിൾ, അത് ടെക്സ്റ്റ് ആയിരിക്കാം, ഇമേജ് ആയിരിക്കാം, ഓഡിയോ ആയിരിക്കാം, വീഡിയോ ആയിരിക്കാം. ഇതേതും നമ്മളുടെ ഇൻപുട്ട് ഡിവൈസ് വഴി നമുക്ക് കമ്പ്യൂട്ടർക്ക് ഇൻപുട്ട് ചെയ്യാം. ഇനി രണ്ടാമത് പറയുന്ന സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു. ഓൾ മേജർ കമ്പ്യൂട്ടേഷൻസ് ആൻഡ് കമ്പാരിസൺസ് ആർ മെയ്ഡ് ഇൻസൈഡ് ദി CPU. എല്ലാ കാൽക്കുലേഷൻസ് എല്ലാം നടക്കുന്ന CPU-ൻ്റെ അകത്താണ്. ഫങ്ഷൻസ് ഓഫ് CPU പെർഫോംഡ് ബൈ 3 കമ്പോണൻസ്, ALU, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. നമ്മൾ പറഞ്ഞു ALU അരിതമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും. ALU എന്ത് ചെയ്യും? അരിതമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് എല്ലാം നടത്തും. അതെല്ലാം കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ചെയ്യും. എന്നിട്ട് ടെമ്പററി ആയിട്ട് രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യും. ഈ 3 സാധനങ്ങളാണ് ALU, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. ഇത് മെയിനായിട്ട് CPU-യിൽ നടക്കുന്ന ഫങ്ഷൻസ്. അരിതമെറ്റിക് ലോജിക് യൂണിറ്റ് പറയുന്നത് അരിതമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ടേക്ക് പ്ലേസ് സച്ച് ആസ് കാൽക്കുലേഷൻസ് ആൻഡ് കമ്പാരിസൺസ്. ഇതാണ് ALU-യിൽ നടക്കുന്നത്. ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ALU ആർ ട്രാൻസ്ഫേർഡ് ബാക്ക് ടു ദി സ്റ്റോറേജ് ആൻഡ് റിട്രീവ്ഡ് ലേറ്റർ. ഇതെന്ത് ചെയ്യും? ഈ ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യും, പിന്നീട് ലേറ്ററായിട്ട് അത് റിട്രീവ് ചെയ്തെടുക്കുകയും ചെയ്യും. കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ സെൻട്രൽ യൂണിറ്റ് ആണ്. ഇതാണ് ഇവരുടെ CPU-ൻ്റെ അകത്ത് നടക്കുന്ന ALU-ൻ്റെയും രജിസ്റ്റേഴ്സിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും എല്ലാം കൺട്രോൾ ആൻഡ് മാനേജിങ്. ഇറ്റ് മാനേജസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ അതർ യൂണിറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ യൂണിറ്റ്സിലെയും, അതായത് CPU-ൻ്റെ അകത്തുള്ള യൂണിറ്റ്സാണ് അരിതമെറ്റിക് ലോജിക് യൂണിറ്റ്, പിന്നെ ടെമ്പറേറ്റ് സ്റ്റോർ ചെയ്യാനുള്ള രജിസ്റ്റേഴ്സ്, ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്യും, മാനേജ് ചെയ്യുകയും ചെയ്യും. കൂടാതെ തന്നെ CPU-ക്ക് വരുന്ന ഇൻപുട്ടിനെയും കളക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഔട്ട്പുട്ടിനെയും കിടക്കുന്നു. എല്ലാം കൺട്രോൾ ചെയ്യുന്ന മെയിൻ ആളെന്ന് പറയുന്നത് ആരാണ്? സൂപ്പർവൈസറാണ് കൺട്രോൾ യൂണിറ്റ്. പിന്നുള്ളത് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് ടെമ്പററി സ്റ്റോറേജ് എലമെൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ടെമ്പററി ആയിട്ട് പെട്ടെന്ന് സ്റ്റോറേജ് യൂണിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ടെമ്പററി ആയിട്ട് ഡാറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യാം. സ്റ്റോറേജ് യൂണിറ്റിൽ ഇൻപുട്ടഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ആർ സ്റ്റോർഡ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ ബിഫോർ ആക്ച്വൽ പ്രോസസ്സിംഗ് സ്റ്റാർട്ട്സ്. നമ്മൾ ഡാറ്റാസ് എല്ലാം കമ്പ്യൂട്ടർക്ക് ഇൻപുട്ട് ചെയ്യുന്നു പറഞ്ഞു. അതെല്ലാം കളക്റ്റഡ് ഡാറ്റാസ് എല്ലാം എന്ത് ചെയ്യും? സ്റ്റോറേജ് യൂണിറ്റിൽ ഫസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കും. സ്പെസിഫിക് ഫങ്ഷൻസ് ഓഫ് സ്റ്റോറേജ് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റിൻ്റെ സ്പെസിഫിക് ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് റിക്വയർഡ് ഫോർ പ്രോസസ്സിംഗ്. പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ആവശ്യമാണ്. അപ്പോൾ അത്
എന്ത് ചെയ്യും, സ്റ്റോറേജ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തും സ്റ്റോറേജ് യൂണിറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഓർ ഓൺ ഗോയിങ് പ്രോസസ്സിങ്, അതുപോലെ തന്നെ ഇടയ്ക്ക് വരുന്ന ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ്, പ്രോസസ്സിങ്, ഓൺ ഗോയിങ് പ്രോസസ്സിങ്, ഇതെല്ലാം എന്ത് ചെയ്യും, സ്റ്റോറേജ് യൂണിറ്റ്. ഇപ്പം പെട്ടെന്ന് പവർ ഓഫായി, അതല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വീണ്ടും വന്നിട്ട് ബാക്കിയുള്ള പോർഷൻസ് ചെയ്യുന്നു, അങ്ങനെയുള്ള സമയത്തെല്ലാം ഇൻ്റർമീഡിയറ്റ് റിസൾട്ടുകൾ വരും. ഫൈനൽ റിസൾട്ട് ആവുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്രേക്ക് വരും. ആ സമയത്തെല്ലാം അതുവരെയുള്ള അപ്ഡേഷൻസ് എല്ലാം സ്റ്റോറേജ് യൂണിറ്റ് സ്റ്റോർ ചെയ്ത് വെക്കും. തേർഡ്, ഫൈനൽ റിസൾട്ട്സ് ഓഫ് പ്രോസസ്സിംഗ് ബിഫോർ റിലീസിങ് ടു ദ ഔട്ട്പുട്ട്. തേർഡ് സ്റ്റേജ് എന്ത് ചെയ്യുന്നത്, ഫൈനൽ റിസൾട്ട്സ്, പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ഔട്ട്പുട്ട് റിലീസിന് മുമ്പുള്ള ഫൈനൽ റിസൾട്ട്സിന് സ്റ്റോറേജ് യൂണിറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഇനി സ്റ്റോറേജ് യൂണിറ്റിന് മെയിനായിട്ടും 2 ടൈപ്സാണ് ഉള്ളത്. പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും ആണുള്ളത്. 2 ടൈപ്സ് ഓഫ് സ്റ്റോറേജ് യൂണിറ്റ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും. പ്രൈമറി സ്റ്റോറേജിനെ മെയിൻ മെമ്മറി എന്ന് പറയുന്നുണ്ട്. പ്രൈമറി മെമ്മറിനെ മെയിൻ മെമ്മറി എന്നും പറയും. ഇതിൽ റാം റോം എന്ന് പറഞ്ഞിട്ട് 2 മെമ്മറീസ് ആണ്. റാമിൻ്റെ ഫുൾ ഫോമാണ് റാൻഡം ആക്സസ് മെമ്മറി. റാമിൻ്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറി. ഇറ്റ് ഹോൾഡ്സ് ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ്. ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സും എല്ലാം ഹോൾഡ് ചെയ്യുന്നത് റാമാണ്. റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. റീഡ് ഓൺലി മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഇൻസ്ട്രക്ഷൻസിന് നമുക്ക് മോഡിഫൈ ചെയ്യാനോ ആൾട്ടർ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഈ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഓൺ ആക്കി കഴിഞ്ഞാൽ കുറേ റൈറ്റിങ്സ് ഇങ്ങനെ മുകളിലോട്ട് റൺ ചെയ്ത് പോകുന്നത് കാണാം. അത് നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂട്ടിംഗ് പ്രോഗ്രാം എന്ന് പറയും. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓണായി വരുന്നതാണ്, ബൂട്ടിംഗ് നടക്കുന്നതാണ്. ഈ പ്രോഗ്രാമുകളിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം എന്താണ്, റോമിലാണ്. അത് നമുക്ക് റീഡ് ഓൺലി മാത്രമാണ്. അപ്പോൾ റോമിലാണ് അതെല്ലാം സേവ് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിലറി സ്റ്റോറേജ് ആണെന്ന് പറയും. സെക്കൻഡറി മെമ്മറിയിൽ ഇറ്റ് ഹാസ് ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി ആൻഡ് സ്റ്റോറേജ് ആർ പെർമനൻറ്റ്. സെക്കൻഡറി മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുന്നതിന് എക്സാമ്പിളാണ് ഹാർഡ് ഡിസ്ക്, CD, DVD. ഇതിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഹ്യൂജ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, ഹാർഡ് ഡിസ്കിലും CD-യിലും DVD-യിലും ഒക്കെ. പക്ഷേ പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ ഡിവൈസ് മെമ്മറി ആയിട്ടാണ് വരിക. അതിൽ വളരെ കുറച്ച് ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. സെക്കൻഡറി ഡാറ്റയിൽ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി എന്താണ്, പെർമനൻറ്റും ആണ്. പിന്നെ നമുക്കത് എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് സെക്കൻഡറി മെമ്മറിയും പ്രൈമറി മെമ്മറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് 4ാമത്തെ യൂണിറ്റ്. ദ ഇൻഫർമേഷൻ ഒബ്ടൈൻ ഇൻ ദ ഡാറ്റ പ്രോസസ്സിംഗ് ഈസ് സപ്ലൈഡ് ടു ദ ഔട്ട്സൈഡ് വേൾഡ് ത്രൂ ദ ഔട്ട്പുട്ട് യൂണിറ്റ് ഇൻ എ ഹ്യൂമൻ റീഡബിൾ ഫോം. അപ്പോൾ നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുത്താലും അതൊരു മീനിങ് റിസൾട്ടായിട്ട് ഹ്യൂമണിന് അണ്ടർസ്റ്റാൻഡബിൾ ഫോമുക്ക് എന്ത് ആയിട്ട് വരും, ഇൻഫോർമേഷൻ ആയിട്ട് വരും. ഈ പ്രോസസ്സിങ് ചെയ്ത് റിസൾട്ട് തരുന്ന യൂണിറ്റാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇത് ഡിവൈസസുകളെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ സ്പീഡാണ്, നല്ല അക്യുറസിയാണ്, ഡിലിജൻസ് ആണ്, വേഴ്സാറ്റിലിറ്റി ആൻഡ് ഹ്യൂജ് മെമ്മറി. ഇതെല്ലാം എന്താ പറയുന്നത്, കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. അതായത് സ്പീഡ് എന്ന് വെച്ചാൽ നല്ല സ്പീഡിൽ സെക്കൻഡ്സ് കൊണ്ട് കാൽക്കുലേഷൻ നടക്കും. അക്യുറസി എന്ന് വെച്ച് കഴിഞ്ഞാലും സെക്കൻഡ്സ് കൊണ്ട് കാൽക്കുലേഷൻ നടക്കണമെങ്കിലും കറക്റ്റ് ആയിരിക്കും, അത്രയും അക്യുറേറ്റ് ആയിരിക്കും. ഡിലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാലും അത്രയും ഒരു ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. വേഴ്സാറ്റിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ കഴിയും. ഹ്യൂജ് മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ നമ്മളുടെ ബ്രെയിനിൽ നമുക്ക് കീപ്പ് ചെയ്യുന്നതിനൊരു ഇതുണ്ട്, അതിനേക്കാൾ ഒരുപാട് ഡാറ്റാസ് ഹ്യൂജായിട്ട് അവരുടെ മെമ്മറിയിൽ, സിസ്റ്റത്തിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതെല്ലാം എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ വരുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി കുറഞ്ഞു വരും, നമ്മുടെ ഇൻ്റലിജൻസും കുറഞ്ഞു വരും. അപ്പോൾ ലാക്ക് ഓഫ് IQ എന്ന് വെച്ചാൽ ഇൻ്റലിജൻസ് കോഷ്യൻറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് IQ എന്ന് പറയുന്നത്. അത് നമ്മുടെ IQ കുറഞ്ഞു വരും, നമ്മളുടെ മെമ്മറിയും ബ്രെയിനും കാൽക്കുലേഷനും ഒക്കെ ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും. എല്ലാം യന്ത്രം ചെയ്യുന്ന പോലെ ആവും, നമുക്കുള്ള ബ്രെയിൻ വർക്ക് ചെയ്യില്ല എന്നർത്ഥം. ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ, അതുപോലെ തന്നെ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാനുള്ള മനുഷ്യൻ്റെ ആ ഒരു കപ്പാസിറ്റി കുറേശ്ശായിട്ട് ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കും. ഫുൾ ടൈം നമ്മൾ കമ്പ്യൂട്ടർ, മൊബൈൽ എന്നുള്ള ഡിവൈസസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് നമ്പർ സിസ്റ്റമാണ്. നമ്പർ സിസ്റ്റം തൊട്ടുള്ള പോർഷൻസ് ഞാൻ അടുത്ത ക്ലാസ് ആയിട്ട് ഇടാം. അപ്പം നിങ്ങൾ ക്ലാസ്സസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.
സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, ഇത് ഫണ്ടമെൻ്റൽസ് ആയിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് കേൾക്കാൻ സമയമുണ്ടെങ്കിൽ. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.